30-ാം തീയതി വൈകിട്ട് 8 മണിക്കാണ് അവർ വരുന്നത്. അവരെ കൊണ്ടുപോകാൻ വേണ്ടി. അവരെ കൊണ്ടുപോയി ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ വിഷമിച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു. അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടന്റെ 500 രൂപ മിസ്സായി. അത് എന്റെ ഇളയ അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാനിന്റെ ഹുക്കിനകത്തിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് വന്നിട്ട് നേരെ കുഞ്ഞിനെ താഴത്തിട്ടു. കൊച്ചിന് വേഗത്ത് കാലി കെട്ടി കയറിന് പാടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പാടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. അതെ, ഒരു കുട്ടി അവനെയുള്ള അന്ന് ഉപദ്രവിച്ചത്. ഇതിന് നേരത്തെ ഇവരെ രണ്ടുപേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്ക് കാലിൽ പിടിക്കും, എടുത്ത് എറിയുക. അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പറഞ്ഞാലും ഇവര് പറഞ്ഞു നീക്ക് പോയിട്ട് ഇനി വാ, അന്നേരം ബാക്കി വരാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സംഭവം ചെയ്തിട്ട് ഈ പുള്ളി പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛന്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിന്റെ അച്ഛൻ അമ്മയൊന്നും ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരത്തില്ല, ഇതിന്റെ ബാക്കി എന്നറിയാൻ തരാന്നാ പറഞ്ഞു. കുട്ടി നേരത്തെ ഇതിനൊരു കഴിഞ്ഞ പ്രാവശ്യം അവന്റെ ചെവിക്കല്ലിന് അടിച്ചായിരുന്നു. അന്ന് ഞാൻ ചെന്ന് വാണിംഗ് കൊടുത്തതാ, അങ്ങനെ ചെയ്യല്ലേ, എന്റെ നിവൃത്തിയുടെ കൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. എന്റെ വൈഫ് 4 വർഷം കൊണ്ട് വയ്യാതെ കിടപ്പാണ്. അവരെ നോക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ട് എനിക്ക് 4 കുട്ടികളാവുള്ളൂ. അന്ന് ചെയ്ത് അവിടുത്തെ സാർ, അവരുടെ സൂപ്രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ സാർ അന്ന് ചെവിക്കല്ലിന് അടിച്ചത്. പുള്ളിയുടെ അടുത്ത് ഞാനന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്ത പുള്ളിയുടെ പേര് ലിജു. അവരുടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നേരത്തെ ഉള്ള ആളാണ്. പണ്ട് 2 വർഷമായിട്ടുള്ളൂ ഞാൻ കുട്ടികളെ ഇവിടെ ആക്കിയിട്ട്. മകന് 12 വയസ്സ് പോയി പറ്റിയായിരുന്നു.